മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കരുണ ഉണ്ണി കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ ഇട്ട് ഇങ്ങനെ സന്തോഷിച്ചിട്ട് എത്ര നോക്കിയിട്ടും കരുണയ്ക്ക് മതിയാവണില്ല കേട്ടോ. ആ നെക്ലസും ആ ഡ്രസ്സുകളും എല്ലാം എൻ്റെ ഉണ്ണിയേട്ട ആദ്യമായിട്ട് എനിക്ക് കൊണ്ടുതന്നതാണ്. ആ കണ്ണൻ്റെയും മഹാലക്ഷ്മിൻ്റെയും മുൻപിൽ ഇതെല്ലാം കൊണ്ടുപോയിട്ട് ശരിക്കും കാട്ടേണ്ടതാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ അവിടുന്ന് വന്നു പോയല്ലോ. ഒരിക്കലും എൻ്റെ ഉണ്ണിയേട്ടനെ അവിടെ ഞാൻ നിൽക്കുമ്പോൾ ഇതുപോലെ കൊണ്ടു തന്നിരുന്നെങ്കിൽ അവളുടെ മുൻപിൽ എത്ര പൊങ്ങച്ചം കാണിക്കാമായിരുന്നു എനിക്ക്. അതൊരിക്കലും സാധിച്ചില്ല. പോട്ടെ, എന്തായാലും ഇവിടെയെങ്കിലും എൻ്റെ ഉണ്ണിയേട്ടൻ എനിക്കിതെല്ലാം കൊണ്ടു തന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് സന്തോഷിക്കണം കേട്ടോ. സന്തോഷം കൊണ്ട് കരുണയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അത്രയും സന്തോഷമായി. ഇതൊന്നും അവളെ അറിയിക്കാതിരിക്കുക എന്താ ചെയ്യുക, അവളതൊന്നും അറിയണമായിരുന്നു എന്നിങ്ങനെയാണ് കേട്ടോ ചിന്തിക്കുന്നത്. അതേസമയം താഴെ വന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഇതെല്ലാം കാണിച്ചു കൊടുക്കണം കേട്ടോ. അതാണ് എൻ്റെ ഉണ്ണിയേട്ടൻ കൊണ്ടുവന്നത് എന്നിങ്ങനെ പറഞ്ഞ് കാണിച്ചു കൊടുക്കണം കേട്ടോ. മുത്തശ്ശി അതുപോലെ എത്രയൊക്കെ പിടിച്ചു നോക്കണം. നന്നായിട്ടുണ്ട്, നല്ല വില കൂടിയ സാധനങ്ങളാണ് എന്നിങ്ങനെ പറയണം മുത്തശ്ശി കേട്ടോ. അതേപോലെ പ്രതാപം പറയും, അവൻ ഒരാണായി വരികയാണ്. എന്തായാലും അവൻ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ചല്ലോ, അതുകൊണ്ട് എൻ്റെ മോളിനെ രക്ഷപ്പെട്ടു, ഇനി ആരുടെ മുൻപിലും തല താഴ്ത്തി ജീവിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം കരുണ പറയുന്നുണ്ട്, ഒരു കൊട്ടാരം പോലത്തെ വീടും എനിക്ക് പണിത് തരാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉണ്ണിയേട്ടൻ എന്ന് പറയണം. അതെല്ലാം നിൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യമാണ് എന്നിങ്ങനെ മുത്തശ്ശി പറയണം കേട്ടോ. എൻ്റെ മോളെന്തായാലും ശരി, ഉണ്ണിക്കുട്ടൻ നല്ലൊരു നട്ടലുള്ളവനായി തീർന്നല്ലോ, അത് തന്നെ നല്ല കാര്യം എന്നിങ്ങനെ പറയണം. അതിനുശേഷം നമുക്ക് ഈ സന്തോഷം എന്തായാലും ശരി, ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് പ്രതാപനും മുത്തശ്ശിയും കരുണയും കൂടി ഒരു സെൽഫിയൊക്കെ എടുക്കണം കേട്ടോ. അതിനുശേഷം അവരവിടെ ഇരുന്ന് സിറ്റൗട്ടിലിരുന്ന് ടി വി വെക്കുകയാണ്. ടി വി വെച്ച് കാണുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ ഉണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മാധ്യമ വാർത്തയിലൂടെ കേൾക്കുകയാണ് കേട്ടോ. വാർത്തയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ കരുണയും പ്രതാപനും മുത്തശ്ശിയും കൂടി ആകെ ഞെട്ടിപ്പോവുകയാണ്. ഇത് എന്താ പറ്റി, ഇത് നമ്മുടെ ഉണ്ണിയല്ലേ, എന്താ പറ്റിയത് എന്നിങ്ങനെ പറയണം. അതേസമയം വാർത്ത വായിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ വാർത്ത വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കമലേശ്വരത്തെ നാള് കള്ളപ്പണം കൊണ്ടുവന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കരുണയും പ്രതാപനും ആകെ ഞെട്ടിപ്പോവുകയാണ്. ഇനി എന്ത് ചെയ്യും, ഇനി ഇതെങ്ങനെ സംഭവിച്ചു, ഇവൻ ഇപ്പോൾ ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ, ഇവൻ ആരെങ്കിലും കുടുക്കിയതായിരിക്കുമോ, എന്താ ചെയ്യുക എന്നുള്ളത് ആലോചിക്കാതെ അവരാകെ മോഹിനി ഇതായിരുന്നാലും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് തന്നെ ടി വി ഓഫാക്കുകയും ആകെ വിഷമിച്ചിരിക്കുകയും ചെയ്യണം കേട്ടോ. കരുണ ഒരേ കരച്ചിൽ കരയുകയാണ് കേട്ടോ. അതേസമയം കരുണ കരയണ്ട എന്ന് പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട്. ഇതിൻ്റെ എന്താ സത്യാവസ്ഥ എന്ന് അറിയട്ടെ മോളെ ഞാനെന്ന് പറയണ്. പിന്നെ അവൻ കരുണയോട് പറയുന്നുണ്ട്, നീ ഒരിക്കലും വിഷമിക്കണ്ട, കാരണം എന്താണെന്നറിയോ, ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ആ കണ്ണനാണ്. കണ്ണൻ മനഃപൂർവ്വം അവനെ ചെയ്തതാണ്. ഇന്നലത്തെ പ്രശ്നങ്ങളുണ്ടായില്ലേ, അതിന് മനഃപൂർവ്വം ചെയ്തതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. മോൾ അതുകൊണ്ട് വിഷമിക്കണ്ട, അത് അച്ഛൻ വേണ്ട പോലെ ചെയ്തോളാം എന്നിങ്ങനെ കരുണയെ ആശ്വസിപ്പിക്കുകയും പ്രതാപൻ പുറത്തോട്ട് പോവുകയും ചെയ്യുകയാണ്. പിന്നീട് മേഘനാഥനെയും കൂട്ടിയിട്ട് വാമദേവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പോലീസുകാരുടെ മുൻപിൽ പോയപ്പോഴേക്കും ഉണ്ണി എങ്ങനെ കാണുകയാണ് കേട്ടോ. സ്റ്റേഷനിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും ഉണ്ണിയെ കണ്ടതും തന്നെ മേഘനാഥനും വാമദേവനും സങ്കടമാവുകയാണ് കേട്ടോ. അതേസമയം പോലീസുകാരോട് പറയുന്നുണ്ട്, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, അവൻ്റെ ഏട്ടനാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, ഏട്ടനാണ് ഇത് അവൻ്റെ റൂമിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ച് ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അവർ തമ്മിൽ ഭയങ്കര ശത്രുതയാണ്. കാരണം അച്ഛൻ ഒന്നാണെങ്കിലും അമ്മ രണ്ടാണ്. ഇവനും തമ്മിൽ തീരെ ശരിയാവില്ല. അതുപോലെ തന്നെയാണ് അവരുടെ ഭാര്യമാരും. അതുകൊണ്ട് കണ്ണൻ മനഃപൂർവ്വം ഇത് ചെയ്തതാണ് എന്ന് പോലീസുകാരോട് വാമദേവൻ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയാം എന്താ ചെയ്തതെന്ന്, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നും അവനെ ഞങ്ങൾ നല്ല കൊടുത്തിട്ട് ചോദ്യം ചെയ്തിട്ട് ഞങ്ങൾ പറയും, അപ്പോഴറിയാം ബാക്കിയുള്ളവരെയും കൂടി പിടിച്ചിടണോ അതോ പുറത്താക്കണോ എന്നുള്ളത് അറിയും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ മേഘനാഥനാകെ ഡൗട്ട് അടിക്കുകയാണ് കേട്ടോ. മേഘനാഥൻ അതുകൊണ്ട് അധികം ഒന്നും വർത്തമാനത്തിൽ പോകുന്നില്ല. പോലീസുകാർ പറയണം, നിങ്ങളെന്തായാലും പുറത്തിറങ്ങി നിൽക്കുക, ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്യാം, നിങ്ങളതുപോലെ ഇവനെ ഞങ്ങളിവിടെ നിർത്തട്ടെ, കോടതിയിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് നിങ്ങൾ എന്താണ് പറഞ്ഞാൽ ചെയ്തോളിൻ എന്നിങ്ങനെ പോലീസുകാരൻ പറയണം. വാമനാഥനും മേഘനാഥനും ഇനി എന്ത് ചെയ്യും, അവനെ അടിച്ചു കഴിഞ്ഞാൽ അവനെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും, നമ്മളും കൂടി ഇതിനകത്താകുമോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്.